ജൂലൈ 5 വെള്ളിയാഴ്ച. മത്തായി 9 മുതൽ 13 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു പുരോഹിതൻ ഒരു പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴെ ചാടി ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. യാത്രാമധ്യേ ഒരു വൈദിക സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തി. അവൻ തൻ്റെ ദുഃഖകരമായ ജീവിതത്തിൻ്റെ കഥ സ്നേഹിതനോട് പറഞ്ഞു. താൻ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി എന്നും ജനങ്ങളെ സേവിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയും ചെയ്തെന്ന് പറഞ്ഞു. ദൈവകൽപ്പനകളെല്ലാം താൻ ലംഘിച്ചതായിട്ട് അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഇപ്പോൾ അവൻ്റെ മനസാക്ഷി അവനോട് പറയുന്നു, ദൈവത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാത്തത്ര വലുതാണ് നിൻ്റെ പാപങ്ങളെന്ന്. അവൻ്റെ സുഹൃത്ത് അവനോട് ന്യായവാദം ചെയ്തു. ദൈവത്തിൻ്റെ കരുണ അളക്കാനാവാത്തത്ര വലുതാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അവൻ എപ്പോഴും അവൻ്റെ സ്നേഹം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ അത് സ്വീകരിച്ചാൽ മാത്രം മതി. എന്നാൽ നിരാശഭരിതനായ പുരോഹിതൻ വീണ്ടും പറഞ്ഞു, എൻ്റെ ബക്കറ്റ് നിറയെ തുളകൾ നിറഞ്ഞ പോലെയാണ് എൻ്റെ ആത്മാവ്. ദൈവം എത്രമാത്രം പാപമോചനവും കൃപയും നിറച്ചാലും ഉടനെ അതെല്ലാം ചോർന്നു പോകുന്നു. അവൻ്റെ സുഹൃത്ത് അവൻ്റെ കൈക്ക് പിടിച്ച് കടലിനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മാവ് ദ്വാരങ്ങൾ നിറഞ്ഞ ഒരു ബക്കറ്റ് പോലെ ആയിരിക്കാം. എന്നാൽ അത് ദൈവകാരുണ്യത്തിൻ്റെ സമുദ്രത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിൽ എത്ര ദ്വാരങ്ങളുണ്ടായാലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ കാരുണ്യം ഈ കടൽ ജലം പോലെ ബക്കറ്റിന് അകത്തും പുറത്തും എല്ലാ ഭാഗത്തു നിന്നും അതിനെ വലയം ചെയ്യും. ഇന്നത്തെ സുവിശേഷ വായന ചുങ്കക്കാരനായ മത്തായിയുടെ ദൈവവിളിയെക്കുറിച്ചാണ്. മത്തായി കസ്റ്റം പോസ്റ്റിലൂടെ ഇരിക്കുമ്പോൾ അതിലൂടെ കടന്നുപോയ യേശു അവനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് മത്തായിയോട് പറഞ്ഞു. അത് കേട്ട ഉടനെ മത്തായി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. പിന്നീട് തൻ്റെ സുഹൃത്തുക്കളായ ചുങ്കക്കാർക്കും പാപികൾക്കും മാത്യു ഒരു വിരുന്ന് നൽകിയപ്പോൾ യേശുവിനെയും വിളിച്ചു. ഇത് കണ്ടപ്പോൾ ഫരിസേയർ പരിഭ്രാന്തരായി. അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത്? യേശുവിൻ്റെ കാലത്തും നമ്മുടെ കാലത്തെന്ന പോലെ തന്നെ ചില ആളുകൾ ഞങ്ങളും അവരും, അല്ലെങ്കിൽ നിന്നേക്കാൾ വിശുദ്ധരാണ് ഞങ്ങൾ എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫരിസേയർ തങ്ങൾ മറ്റുള്ളവരെക്കാൾ വിശുദ്ധരാണെന്ന് കരുതി. അവർക്ക് ചുങ്കക്കാരുടെ അടുക്കലും പാപികളുടെ അടുക്കലും ഒരിക്കലും വരാൻ സാധിച്ചില്ല. കാരണം അവരുടെ അടുക്കൽ ചെന്നാൽ തങ്ങൾ മലിനമാകപ്പെടും എന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ യേശുവിൻ്റെ ദൗത്യം ജനങ്ങളെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു. വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള ആളുകളുമായി ഇടപഴകുന്നില്ലെങ്കിൽ എങ്ങനെ യേശുവിന് തൻ്റെ ദൗത്യം നിർവഹിക്കാനാവും? അയൽക്കാരുടെ പശ്ചാത്തലം എന്തു തന്നെയായാലും അവരെ സ്നേഹിക്കാനാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. മത്തായിയെ വിളിക്കുകയും മത്തായിയുടെ സുഹൃത്തുക്കളായിരുന്ന മറ്റ് ചുങ്കക്കാരോടൊപ്പം അവനോടൊപ്പം മേശ പങ്കിടുകയും ചെയ്തപ്പോൾ നിങ്ങൾ പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കുക എന്ന തത്വത്തിൽ യേശു ജീവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം എത്ര പാപികളാണെങ്കിലും ദൈവം നമ്മെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു.
നാം അവനെ തിരികെ സ്നേഹിക്കണം എന്നത് മാത്രമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവത്തെയും അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള നമ്മുടെ കടമയ്ക്ക് ഉപരിയായിട്ട് മറ്റൊന്നുമില്ല. പള്ളിയിൽ പോകുന്നതും അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കെടുക്കുന്നതെല്ലാം ഈ കരുണയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ത്യാഗമല്ല അല്ലെങ്കിൽ ബലിയല്ല, കരുണയാണ് ആഗ്രഹിക്കുന്നത് എന്ന്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.